रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। दक्षिणे लक्ष्मणो यस्य वामे जनकात्मजा रथो मारुतिर्यस्य तं वन्दे रघुनन्दनं। सीतालक्ष्मण भरतशत्रुघ्न हनुमल समेत ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഹരി ഓം. നമ്മൾ രാമായണത്തിലെ സീതാസ്വയംവരം കഴിഞ്ഞ് സീതാദേവിയോടും അനുജന്മാര് അവരുടെ ഭാര്യമാരോടും ഒക്കെ കൂടി ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്ന ഭാഗമാണ് കണ്ടത്. അവരങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് ഒരു അനിഷ്ടമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ദശരഥന് കുറച്ച് ഭയമായി, എന്താണ് ഈ ദുർനിമിത്തങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അത് കാര്യമാക്കേണ്ട, ആദ്യമൊരു ചെറിയൊരു ഭയം ഉണ്ടാവും, പിന്നെ പേടിയൊക്കെ മാറും. അങ്ങനെ അവര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അവരുടെ മുന്നിൽ സാക്ഷാൽ പരശുരാമൻ ഭാർഗവരാമൻ പ്രത്യക്ഷപ്പെട്ടു. ദശരഥന് പേടിയായി. കാരണം എന്താണ്? ക്ഷത്രിയ കുലത്തെ 21 തവണ നിഗ്രഹിച്ച ആളാണ്. താനും ആ ക്ഷത്രിയത്തില് രക്തത്തിൽപ്പെട്ട ആളല്ലേ. തൻ്റെ കുടുംബത്തിന് നേരെ അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് നേരെ വല്ല ആക്രമണം ഉണ്ടായോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. വേഗം സ്തുതിച്ചു, നമസ്കരിച്ചു. പക്ഷെ ഇതൊന്നും പരശുരാമൻ ശ്രദ്ധിച്ചതേയില്ല. എന്നിട്ട് ശ്രീരാമനായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ പറയാണ്, ഇത്തരം ദശരഥൻ ചൊന്നതാതരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്ത്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനില്ല് അരക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത്, എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട്, ഇല്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനതെന്നറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. ഇവിടെ പരശുരാമൻ പറയാണ്, ഞാനല്ലാതെ കണ്ട് ഈ ത്രിലോകത്തില്, ഈ 3 ലോകങ്ങളിലും വേറൊരു രാമനും. നീ ക്ഷത്രിയനാണെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യ. നിനക്ക് വില്ല് കൊലച്ചിട്ടും അസ്ത്രം എഴുതിട്ടൊക്കെ പരിചയമുണ്ടല്ലോ, മിടുക്കനാന്ന് കേട്ടിട്ടുണ്ട്. നീയല്ലേ ആ മിഥിലയിലെ ശിവന്റെ ത്രയംബകം എന്ന് പറയുന്ന ആ വില്ല് ഒടിച്ചത്. ഇതാ എൻ്റെ കയ്യിലൊരു വില്ലുണ്ട്, വൈഷ്ണവമായിട്ടുള്ള വില്ല്. നീ വലിയ ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഇതൊന്ന് കൊലച്ച് അസ്ത്രം പ്രയോഗിക്കോ, കാണട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം. അല്ലെങ്കിലോ നീ ചെയ്തില്ലെങ്കിലോ നിന്നെ കൂട്ടത്തോടു കൂടി നിന്റെ കുലം ഞാൻ മുടിക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ ക്ഷത്രിയ കുലത്തെ ഇല്ലാതാക്കാൻ ജനിച്ച ആളാണെന്ന് നിനക്കറിയാലോ. നമുക്ക് പണ്ടേ ശത്രുത്വമുണ്ട്. ഇപ്പോൾ ഭാർഗവരാമന്റെ കാലം ഇതിനും എത്രയോ കാലം മുമ്പാണ്. ഇപ്പോൾ ത്രേതായുഗമായി. ആ ത്രേതായുഗത്തിലാണ് കാണുന്നത്. അതിനു മുമ്പുള്ള കൽപ്പത്തിലാണ് അല്ലെങ്കിൽ മന്വന്തരത്തിലാണ് ഈ ഭാർഗവരാമന്റെ അല്ലെങ്കിൽ പരശുരാമന്റെ അവതാരം. അതേ കൽപ്പത്തിൽ തന്നെയാണ്, മന്വന്തരം വ്യത്യാസമുണ്ട്. നമ്മൾ തമ്മിൽ ശത്രുത്വം പണ്ടേ ഉണ്ട് എന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ശ്രീരാമനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ പരശുരാമൻ പറഞ്ഞ സമയത്ത് മൊത്തം എല്ലാവരും വിറച്ചുപോയി. എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു, സമുദ്രം ഇളകി മറിഞ്ഞു. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദേവന്മാർ പോലും ഇങ്ങനെ
ചിന്തിച്ച് വിഷമിച്ചിരുന്നു. താപസന്മാരും എല്ലാവരും. ദശരഥൻ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് ശ്രീരാമൻ ഒട്ടും പേടിയില്ലാതെ പരശുരാമനോട് പറയാണ്, ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. അങ്ങനെപ്പോലുള്ള മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാര് ഇങ്ങനെ എന്നെപ്പോലെയുള്ള കൊച്ചു കുട്ടികളോടൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ അവർക്ക് ആരാ ആശ്രയമുള്ളത്? അവർക്ക് അവരുടെ ആ ആശ്രമ കുലധർമ്മം, ആ അവരുടെ ആശ്രമം, ബ്രഹ്മചര്യാശ്രമം, കുലം, ആ ക്ഷത്രിയ കുലത്തിന്റെ ധർമ്മം എങ്ങനെ പാലിക്കാൻ സാധിക്കും? അങ്ങ് എന്താണോ വിചാരിക്കുന്നത്? നിൻ തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അങ്ങയുടെ ഉള്ളിൽ അങ്ങ് എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയല്ലേ നടക്കുക. ഞാനൊരു ചെറിയ കുട്ടിയല്ലേ, എനിക്കെന്താ സാധിക്കുക? ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങൾ ശസ്ത്രാർത്ഥ പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ഞാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചാലാ, പക്ഷെ എനിക്ക് വലിയ ഈ ധനുർവേദത്തിലും ധനുർവിദ്യയിലൊന്നും അറിയില്ല കേട്ടോ. ശത്രുമിത്രോ ഉദാസീന ഭേദവും എനിക്കില്ല. എനിക്ക് ശത്രുക്കള്, മിത്രന്മാര്, ഉദാസീനം അങ്ങനൊന്നുമില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. എനിക്ക് ശത്രുക്കളെ കൊല്ലാനായിട്ടുള്ള ശക്തിയില്ല. ഞാൻ ഒരു കൊച്ചു കുട്ടിയാന്നറിയില്ലേ, ചെറുപ്പക്കാരനായിട്ടില്ല. അന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതമതുമൂലം. അന്തകാന്തകൻ ശിവൻ പോലും അങ്ങയുടെ വാക്കിനെ ലംഘിക്കില്ല. അതുകൊണ്ട് വില്ലിങ്ങു തന്നാലും ഞാൻ അകിലോ കുലച്ചീടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാക വേണ്ട. അങ്ങയുടെ ആ വില്ല് തരൂ, ആ വൈഷ്ണവമായ വില്ല് പറഞ്ഞില്ലേ, ഞാൻ കുലച്ചു നോക്കാം. അങ്ങേക്കൊരു ഞങ്ങളിലൊരു എന്താ പറയാ ഇഷ്ടക്കേടുണ്ടാവണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പ കളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂഡ അരവിന്ദ മന്ദിര മഹേന്ദ്രാതിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണം ഏകമെടുത്തു തൊടുത്താശുവും വലിച്ചു നിറച്ചുടൻ നിന്നിതൂജിത ശ്രമം. ഈ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭഗവാൻ എന്ത് ചെയ്തു? വേഗം ആ വില്ലും വാങ്ങി അത് വില്ല് ഞാൻ കെട്ടി കുലച്ച് അസ്ത്രം എടുത്ത് വലിച്ച് നിറച്ച് നീ ഉന്ന ലക്ഷ്യസ്ഥലത്തേക്ക് വിടുകയേ വേണ്ടു. അങ്ങനെ നിന്നു. ഈ ഭഗവാനെ വിശേഷിപ്പിക്കുമ്പോൾ കുറച്ച് വിശേഷണങ്ങൾ ഇവിടെ പറഞ്ഞു. സുന്ദരനാണ്, സുകുമാരൻ, നല്ല കൗമാര അവസ്ഥയിലുള്ളതാണ്, ഇന്ദിരാപതി ലക്ഷ്മീപതിയാണ്. അങ്ങനെയുള്ള രാമൻ കന്ദർപ്പ കളേവരൻ, കന്ദർപ്പൻ കാമദേവൻ പോലും മാറി നിൽക്കും. അങ്ങനെയുള്ള മനോഹരമായ രൂപത്തോടു കൂടിയാണ്. കഞ്ചലോചനൻ താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയാണ്. പരൻ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. ചന്ദ്രചൂഡ അരവിന്ദ മന്ദിര മഹേന്ദ്രാദി. ചന്ദ്രചൂഡൻ ശിവഭഗവാൻ, അരവിന്ദ മന്ദിരൻ ബ്രഹ്മാവ്, മഹേന്ദ്രൻ ദേവേന്ദ്രൻ, വൃന്ദാരകന്മാരെ ദേവന്മാര്, അവരിൽ ശ്രേഷ്ഠന്മാരായ മുനിവൃന്ദവന്ദിതൻ. ഇങ്ങനെയുള്ള മുനിമാരുൾപ്പെടെയുള്ള ആൾക്കാർ വന്ദിക്കുന്ന ആ ഭഗവാനാണ്. ആ ഭഗവാൻ ആ വില്ലു വാങ്ങി കുലച്ച് നിൽക്കുന്ന സമയത്ത് രാമൻ ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി. ആ ഭൃഗുപതി എന്ന് പറഞ്ഞാൽ ഭാർഗവരാമൻ, രഘുപതി ശ്രീരാമൻ. മോദമോടരുളി ചെയ്തിടണം ദയാനിധേ. അങ്ങ് സന്തോഷത്തോടെ പറയണം, മർഗണം നിഷ്ഫലമാകയില്ല മമ ഭാർഗവരാമ, ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. എൻ്റെ അസ്ത്രം നിഷ്ഫലാവില്ല. അതുകൊണ്ട് ഭഗവാനെ ഭാർഗവരാമ അങ്ങ് ലക്ഷ്യത്തെ കാണിച്ചു തരണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോ വലിയ സന്തോഷമായിട്ട് പരശുരാമൻ മറുപടി പറഞ്ഞു. ഇനിയാണ് പരശുരാമ സ്തുതി. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീ പതേ, ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ, ശ്രീരാമ സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു
ശ്രീരാമ രമാരമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തെ ശ്രീരാമ ദശരഥനന്ദന ഹൃഷികേശ ശ്രീരാമ രാമ കൗസല്യാത്മജ ഹരേ. ഭഗവാനോട് പറയണ അങ്ങ് മഹാബാഹുവാണ്. ഭഗവാന്റെ കൈകള് കാൽമുട്ടിന് താഴെ എത്തുന്നതാണ്. ദീർഘങ്ങളായ കൈകളുള്ള ആളാണ്. മഹത്തായ ബാഹുക്കളുള്ളതാണ്. ജാനകി പദേ സീതയുടെ ഭർത്താവാണ്. ശ്രീരമണാത്മാ രാമ. ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. ശ്രീരമണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് അങ്ങ്. ആത്മാരാമ. ആത്മാരാമനാണ്. തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്ന ആളാണ്. ലോകാഭിരാമ. ഈ ലോകം മുഴുവൻ അഭിരമിക്കുന്നത് ആനന്ദം കണ്ടെത്തുന്ന ഈ ഭഗവാനിലാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒക്കെ ആനന്ദം ആരാണ്? ഈ ഭഗവാനാണ്. ശ്രീരാമ സീതാഭിരാമ ആനന്ദാത്മക. സീതയെ അഭിരമിക്കുന്ന ആളാണ്. സീതയിലും അഭിരമിക്കുന്നവനാണ് രാമൻ. ആനന്ദാത്മക, ആനന്ദസ്വരൂപനായവനാണ്. വിഷ്ണു എങ്ങും നിറഞ്ഞവനാണ് വിഷ്ണു. ശ്രീരാമ രാമ. രമാരമണ. രമ ലക്ഷ്മി ദേവി. രമയ്ക്ക് ആനന്ദം നൽകുന്നവനാണ്. രമയുടെ ഭർത്താവാണ്. രഘുപതേ. രഘുവംശത്തിന്റെ അധിപനാണ്. ശ്രീരാമ രാമ പുരുഷോത്തമനാണ്. ഉത്തമ പുരുഷനായിട്ടുള്ളവനാണ്. ദയാനിധേ. ദയയുടെ നിധിയായിട്ടുള്ളവനാണ്. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഹൃഷികേശാം. അവിടുന്ന് ദശരഥന്റെ മകനാണ്. ദശരഥന് ആനന്ദം നൽകുന്നവനാണ്. ഹൃഷികേശ. ഹ്രസ്വമായ കേശങ്ങളോട് കൂടിയവനാണ്. അല്ലെങ്കിൽ ഹൃഷീകങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാർ അവയ്ക്കൊക്കെ ആധാരമായിരിക്കുന്നവനാണ്. അവയ്ക്കൊക്കെ ഈശനായിരിക്കുന്നവനാണ്. ശ്രീരാമ രാമ കൗസല്യാത്മജ ഹരേ. കൗസല്യയുടെ മകനായിട്ടുള്ള രാമ. ഹരേ. എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും തീർക്കുന്നവനെ എന്നിങ്ങനെ ആ പരശുരാമൻ തൻ്റെ സ്തുതിയുടെ ആദ്യ ഭാഗത്ത് രാമനെ സ്തുതിച്ചു. ഇനി തൻ്റെ ചരിതം പറയാൻ പോവുകയാണ്.